നേതാക്കളുടെ വീടുകളിൽ ഭീഷണി. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള KSU ജില്ലാ ജനറൽ സെക്രട്ടറി ആദിത്യനും നിഹാൽ റഹ്മാനും നേരെ SFI DYFI പ്രവർത്തകർ ഇവരുടെ വസതിയിലെത്തി മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഡി-സോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിൽ മനഃപൂർവ്വം പ്രതിയാക്കപ്പെട്ട KSU നേതാക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീഷണികളും വെല്ലുവിളികളുമായി SFIയുടെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങൾ എത്തിയത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവരെ പ്രതികളാക്കുകയും അവരുടെ വീടുകളിൽ കയറി അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. KSUവിന്റെ തൃശൂർ ജില്ലാ ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ, DCC സെക്രട്ടറി PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, ശശി മംഗലം, വിജയൻ ഏങ്കങ്കാട് എന്നിവർ ആദിത്യന്റെ വീട്ടിലെത്തി വീട്ടുകാരെ സമാശ്വസിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി ഇരുവരുടെയും കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും അറിയിച്ചു. കോഴിക്കോട് സർവകലാശാല ഡി-സോൺ കലോത്സവത്തെ തുടർന്ന് മാള ഹോളി ക്രൈസ്റ്റ് കോളേജിലുണ്ടായ സംഘട്ടനം കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFIയും അതുപോലെ DYFIയും നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് KSU പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായി. നിവൃത്തിയില്ലാതെയാണ് KSU പ്രവർത്തകർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ തിരിച്ച് പ്രതിരോധം തീർത്തത്. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. KSUവിന് യൂണിവേഴ്സിറ്റി യൂണിയൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്കറിയാം, കൊച്ചനിയൻ വിഷയം വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് ഇതുപോലെ തന്നെ കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFI നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആയുധങ്ങളായിട്ട് വന്ന ആളുകൾക്ക് അവസാനം നിവൃത്തിയില്ലാതെ KSU പ്രവർത്തകർ അത് വാങ്ങിച്ച് തിരിച്ച് പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടാണ് കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു SFIക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. അതേ അവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഇപ്പോൾ ഹോളി ക്രൈസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് SFI ഉദ്ദേശിച്ചത്. അപ്പം അന്ന് കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ വടക്കാഞ്ചേരിക്കാരനായ KSU ജില്ലാ സെക്രട്ടറിയാണ്. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാനും SFIക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇവിടെ വന്ന് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തുക. ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിപ്പോയത്. അതുപോലെ നിഹാൽ റഹ്മാൻ്റെ വീടിൻ്റെ മുന്നിലും SFIക്കാർ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. SFI ഒരു ഗുണ്ടാ സംഘടന, ക്രിമിനൽ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്കില്ലാത്തതൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ഥിതിയാണ്. ഡി-സോൺ കലോത്സവം വളരെ ഭംഗിയായി നടന്നിരുന്ന ഡി-സോൺ കലോത്സവമാണ് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ഇന്നലെ അലങ്കോലപ്പെടുത്തിയത്. ഞങ്ങൾ അതിശക്തമായി SFIയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. ആദിത്യൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും.